പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, വചനവിസ്മയം 17ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നാം ധ്യാന വിഷയമാക്കുന്നത് ദൈവത്തിൻ്റെ കരുണയിലും കൃപയിലും ആശ്രയിച്ച് എങ്ങനെ പ്രത്യാശയിൽ വളരാം എന്നതാണ്. ദൈവത്തിൻ്റെ കരുണയിലും കൃപയിലും ആശ്രയിച്ച് മുന്നേറുന്നവർക്ക് അതിവേഗം പ്രത്യാശയിൽ വളരാൻ സാധിക്കും. അതിന് ദൈവത്തിൻ്റെ കരുണയെയും കൃപയെയും കുറിച്ചുള്ള വ്യക്തമായ അറിവ് നമുക്ക് ആവശ്യമാണ്. ഒന്നാമതായി, എന്താണ് ദൈവകാരുണ്യമെന്ന് നമുക്ക് ചിന്തിക്കാം. കാരുണ്യം ദൈവത്തിൻ്റെ സ്വഭാവമാണ്. കാരുണ്യവാൻ എന്നാണല്ലോ അവിടുന്ന് മോശയ്ക്ക് തന്നെ വെളിപ്പെടുത്തിയത്. കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവൻ്റെ അടുക്കൽ നിൽക്കുകയും കർത്താവ് എന്ന തൻ്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിലൂടെ കടന്നുപോയി: കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. പുറപ്പാട് 34-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ദൈവപിതാവിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹത്തിലൂടെ പ്രകടമാകുന്ന കരുണയെ വെളിപ്പെടുത്തുന്ന അനേകം തിരുവചന ഭാഗങ്ങളുണ്ട്. ഉദാഹരണമായി സങ്കീർത്തനം 103, 106, 123, 136, യെശയ്യാ 33:2, 40, 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ, 43-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, മിക്ക പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 18-ാം വാക്യം, ഹബക്കൂക്ക് 3:2, ജോയേൽ 2:12 മുതൽ 14 വരെ, ഹോസിയ 11:8 മുതൽ 10 വരെ, ലൂക്ക 15:11 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസ് 1:40 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ മുതലായ തിരുവചന ഭാഗങ്ങൾ. ദൈവത്തിൻ്റെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നിസാരമാക്കി നാം തെറ്റിൽ തന്നെ തുടരാൻ പാടില്ല. നമ്മെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു. റോമർക്കെഴുതിയ ലേഖനം 2:4. നാം അനുതപിച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ കരുണയോടെ അവിടുന്ന് നമ്മെ കൈക്കൊള്ളും. അതിനാൽ പാപത്തിൽ വീണുപോയാൽ പോലും നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. അനുതപിച്ച് കർത്താവിലേക്ക് തിരിയുന്നവരെ അവിടുന്ന് കരുണയോടെ കൈക്കൊള്ളുമെന്ന സത്യം നമുക്ക് വലിയ പ്രത്യാശ പകരുന്നു. തൻ്റെ സ്വന്തം കരവേലയായ മനുഷ്യ മക്കളിൽ ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാൻ കരുണാസമ്പന്നനായ ദൈവപിതാവ് ആഗ്രഹിക്കുന്നില്ല. ദുഷ്ടൻ മരിക്കുന്നതിലല്ല, അവൻ ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷമെന്ന് കർത്താവ് തന്നെ നമ്മോട് ആവർത്തിച്ചു പറയുന്നു. എസെക്കിയേലിൻ്റെ പുസ്തകം 18-ാം അധ്യായം 31-32 വാക്യങ്ങൾ, 33-ാം അധ്യായം 11-12 വാക്യങ്ങൾ. മാത്രമല്ല, പാപികൾ മനസ്സ് തിരിഞ്ഞ് രക്ഷ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ സ്വന്തം ജനം തന്നോട് അപേക്ഷിക്കണമെന്നും കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു: ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടി നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുവിൻ. നിങ്ങളുടെ ദൈവമായ കർത്താവിങ്കലേക്ക് മടങ്ങുവിൻ. എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനുമാണ് അവിടുന്ന്. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കുമുണ്ടായിരിക്കും. സങ്കീർത്തനം 103:17. ഭൂമിക്കുമേൽ ഉയർന്നിരിക്കുന്ന ആകാശം പോലെ ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. സങ്കീർത്തനം 103:11. പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിന് തൻ്റെ ഭക്തരോട് അലിവ് തോന്നുന്നു. സങ്കീർത്തനം 103:13. അവിടുത്തെ കാരുണ്യം അനന്തമാണെന്ന് സങ്കീർത്തനം 136 ആവർത്തിച്ചു പറയുന്നു. കരുണാസമ്പന്നനായ ദൈവം
തൻ്റെ ഭക്തരോട് കാണിക്കുന്ന അനന്തവും ഉന്നതവും നിത്യവുമായ കാരുണ്യത്തെ പ്രകീർത്തിക്കുകയാണ് ഈ സങ്കീർത്തനങ്ങളും ഈ തിരുവചന ഭാഗങ്ങളും. ചുരുക്കി പറഞ്ഞാൽ, കരുണ എന്നത് ഒന്നാമതായി ദൈവത്തിന് മനുഷ്യനോടുള്ള സമീപനവും മനോഭാവവും മനുഷ്യനോട് അവിടുന്ന് കാട്ടുന്ന ദീർഘക്ഷമയും ദയയും അലിവുമൊക്കെയാണ്. രണ്ടാമതായി, നമ്മുടെ പാപങ്ങളും അതിക്രമങ്ങളും അനുസരിച്ച് നാം അർഹിക്കുന്ന ശിക്ഷകളും മഹാ അരിഷ്ടതകളും നമ്മുടെ മേൽ വരുത്താതെ ദയയോടെ ശിക്ഷ ഇളവ് ചെയ്തു തരുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ് കരുണ. നാം അർഹിക്കുന്ന ശിക്ഷ നമ്മുടെ മേൽ വരുത്താതെ, നമ്മുടെ പാപങ്ങൾക്കൊത്ത് നമ്മെ ശിക്ഷിക്കാതെ നമ്മോട് ദീർഘക്ഷമ കാട്ടുന്ന ഒരു ദൈവം. മൂന്നാമതായി, ദൈവത്തിൻ്റെ കരുണ നമുക്ക് വരാനിരിക്കുന്ന ശിക്ഷാവിധിയിൽ നിന്ന് മോചനം നൽകുന്നു. നാലാമതായി, നമ്മെ ശിക്ഷാവിധിയിൽ നിന്ന് മോചിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ പാപങ്ങൾക്ക് ദൈവം പരിഹാരം ചെയ്യുന്നു. ഉദാഹരണമായി, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ തന്ന ദൈവപിതാവിൻ്റെ അനന്ത സ്നേഹം അനുസ്മരിക്കുക. അഞ്ചാമതായി, പാപികളായ നമ്മുടെ മേൽ ദൈവം കരുണയോടെ കൃപ ചൊരിയുന്നു. നാം അർഹിക്കുന്ന ശിക്ഷ നമ്മുടെ മേൽ വരുത്തുന്നില്ല എന്ന് മാത്രമല്ല, അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുകയും നാം അർഹിക്കാത്ത കൃപകൾ കൊണ്ട് ആത്മീയവും ഭൗതികവുമായ എല്ലാവിധ അനുഗ്രഹങ്ങളും കൊണ്ട് നമ്മെ നിറയ്ക്കുന്നു. അളവില്ലാത്ത കൃപാസമൃദ്ധിയിലേക്കും ഒരിക്കലും അവസാനിക്കാത്ത കൃപാപ്രവാഹത്തിലേക്കുമാണ് വലിയ കരുണയോടെ ദൈവം തൻ്റെ ഭക്തരെ നയിക്കുന്നത്. അനുതപിച്ച് വിശ്വാസപൂർവം ദൈവത്തിലേക്ക് തിരിയുന്നവരിൽ കരുണയോടെ അളവില്ലാത്ത കൃപ ചൊരിയുന്നവനാണ് നമ്മുടെ ദൈവം. ഈ അറിവും അവബോധവും ഏത് പ്രതിസന്ധിയിലും നിരാശപ്പെടാതെ ധൈര്യപൂർവം പ്രത്യാശയോടെ ദൈവത്തിലേക്ക് തിരിയാനും അനുദിനം പ്രത്യാശയിൽ വളരാനും ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിക്കാനും നമ്മെ സഹായിക്കുന്നു. അടുത്തതായി, എന്താണ് കൃപ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. കൃപ ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണ്. ദൈവത്തിൽ നിന്നുള്ള ആത്മീയവും ഭൗതികവുമായ എല്ലാവിധ ദാനങ്ങളും കൃപയാണ്. ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണ്. പിതാവായ ദൈവത്തിൽ നിന്ന് പുത്രനിലൂടെയും പരിശുദ്ധ റൂഹായിലൂടെയും നമ്മിലേക്ക് പ്രവഹിക്കുന്ന ദൈവകൃപയുടെ വൈവിധ്യമാർന്ന അർത്ഥതലങ്ങൾ നമുക്കൊന്ന് സംഗ്രഹിക്കാം. ഒന്ന്, ദൈവിക ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനിലുള്ള ദൈവ സാന്നിധ്യവും ദൈവ ചൈതന്യവും മനുഷ്യരോട് കൂടെയുള്ള ദൈവത്തിൻ്റെ സജീവവും കർമ്മനിരതവുമായ സാന്നിധ്യവും ദൈവകൃപയാണ്. രണ്ട്, കേവലം ദൈവ സാന്നിധ്യമെന്നതിലുപരി ദൈവത്തിന് മനുഷ്യരോടുള്ള ബന്ധമാണ് കൃപ. നാം പാപികളായിരിക്കെ ദൈവം നമ്മോട് പുലർത്തുന്ന ആഴമായ വ്യക്തിബന്ധം, ആത്മബന്ധം. മൂന്ന്, ദൈവപിതാവിൻ്റെ പ്രീതിയും സ്നേഹവാത്സല്യങ്ങളും ആത്മദാനം ചെയ്യുന്ന സ്നേഹവും കൃപയാണ്. നാല്, ത്രിയേക ദൈവത്തിൽ നിന്ന് മനുഷ്യരിലേക്കുള്ള കരുണാർദ്ര സ്നേഹപ്രവാഹമാണ് കൃപ. അഞ്ച്, സർവശക്തനായ ദൈവം മനുഷ്യന് നൽകുന്ന ദൈവിക ശക്തിയും ചൈതന്യവും കൃപയാണ്. ആറ്, ദൈവവചനം സ്വീകരിക്കാനും വചനത്തോട് ക്രിയാത്മകമായി പ്രത്യുത്തരിക്കാനും ദൈവം മനുഷ്യന് നൽകുന്ന കഴിവാണ് കൃപ. ഏഴ്, സ്നേഹപിതാവ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ ദാനമായ യേശു ക്രിസ്തുവാണ് കൃപയുടെ പൂർണ്ണത. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിക്കുന്നു. യോഹന്നാൻ 1:16. 8, അനുതപിക്കുന്ന പാപികൾക്ക് യേശുവിലൂടെ നൽകപ്പെടുന്ന പാപമോചനവും രക്ഷയും ദൈവത്തിൻ്റെ സൗജന്യമായ കൃപാദാനമാണ്. മനുഷ്യരോട് ദൈവം കാട്ടുന്ന അനന്തമായ സ്നേഹമാണിത്. യോഹന്നാൻ 3:16-17 വാക്യങ്ങൾ. 9, ദൈവത്തിൻ്റെ കൂടെ വസിക്കാനും കൂട്ടുവേലക്കാരാകാനും രക്ഷിക്കുക എന്ന സ്വർഗീയ വേലയിൽ പങ്കുചേരാനുമുള്ള മനുഷ്യൻ്റെ തീക്ഷ്ണമായ ആഗ്രഹവും അതിനായി ദൈവം നൽകുന്ന അനുഗ്രഹവും കൃപയാണ്. 10,
യേശുവിലൂടെ നൽകപ്പെട്ട സഹായകനായ പരിശുദ്ധാത്മാവും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളും കൃപയാണ്. 11 ദൈവത്തെയും ദൈവിക രഹസ്യങ്ങളെയും അറിയാനുള്ള നൽവരം ദൈവകൃപയാണ്. 12 യേശുക്രിസ്തുവിലൂടെ നൽകപ്പെട്ട ജീവന്റെ സമൃദ്ധിയും ജീവന്റെ സമൃദ്ധിയിലേക്ക് വളരാനുള്ള എല്ലാ മാർഗങ്ങളും ദൈവകൃപയാണ്. 13 ജീവന്റെ സമൃദ്ധിയിലേക്ക് വളരാനായി നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള എല്ലാ മാർഗങ്ങളും ദൈവകൃപയാണ്. 14 പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും തൻ്റെ ഭക്തർക്ക് ദൈവം നൽകുന്ന സംരക്ഷണം കൃപയാണ്. 14 ദൈവവും മനുഷ്യരും തമ്മിലുള്ള പരസ്പര അധിവാസ അനുഭവമാണ് ദൈവകൃപ. 15 സഭയിലൂടെ നമ്മിലേക്ക് പ്രവഹിക്കുന്ന കൗദാശിക കൃപാവരവും നമ്മെ ദൈവികവൽക്കരിക്കുന്ന ശക്തിയും ദൈവകൃപയാണ്. 16 ദൈവം കരുണയോടെ നമുക്ക് നൽകുന്ന ദൈവാനുഭവത്തിൻ്റെ വൈവിധ്യമാർന്ന തലങ്ങൾ കൃപാദാനമാണ്. 17 ദൈവം മനുഷ്യന് നൽകുന്ന എല്ലാ കഴിവുകളും നാനാവിധ സിദ്ധികളും കൃപാദാനമാണ്. 18 അഗതികളോടും ദരിദ്രരോടും അനാഥരോടും ദൈവം കാട്ടുന്ന കരുതലും സ്നേഹവുമെല്ലാം ദൈവത്തിൻ്റെ സൗജന്യമായ കൃപാദാനമാണ്. ദൈവഭക്തരായ മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ ഈ അനന്തമായ കരുണാർദ്ര സ്നേഹത്തെയും മനുഷ്യരിലേക്കുള്ള ഒരിക്കലും അവസാനിക്കാത്ത കൃപാപ്രവാഹത്തെയും കുറിച്ചുള്ള വ്യക്തമായ അറിവും അവബോധവും അനുദിനം പ്രത്യാശയിൽ വളരാൻ നമ്മെ സഹായിക്കും. ഇവയെല്ലാം ഈ തിരുവചന ഭാഗങ്ങളെ നിരന്തരം ധ്യാനിച്ച് പ്രത്യാശാപൂർണമായ സൗഭാഗ്യ ജീവിതത്തിലേക്ക് സ്വയം വളരാനും അനേകരെ വഴികാട്ടി നയിക്കാനും നമുക്ക് പരിശ്രമിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.